ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ധനുഷിന്റെ കയ്യിലേക്ക് സേതുമാധവൻ പറഞ്ഞത് പ്രകാരം ആ എൻവലപ്പ് കൊടുക്കുകയാണ് അർച്ചന. തുടർന്ന് സേതു പറയുകയാണ്, ധനുഷിനെ നമ്മുടെ കമ്പനിയുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന നന്ദൻ ദേഷ്യത്തോട് പറയുകയാണ്, മരുമകനെ കുടുംബത്ത് കയറ്റി താമസിപ്പിച്ചത് മനസ്സിലാക്കാം, പക്ഷേ ഇത്രയും വലിയൊരു ചുമതല കൊടുക്കുമ്പോൾ അച്ഛന് ഞങ്ങളോട് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നല്ലോ. അത് തന്നെയാ എൻ്റെയും അഭിപ്രായം. അച്ഛനൊന്ന് ചോദിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നെന്ന് അവന്തിക പറയുമ്പോൾ ആതിര പറയുകയാണ്, അതിന് ധനുഷ് അന്യനൊന്നുമല്ലല്ലോ. അച്ഛൻ്റെ തീരുമാനം തെറ്റായെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് ആതിര പറയുമ്പോൾ, നിന്നോട് ആരെങ്കിലും ഇവിടെ അഭിപ്രായം ചോദിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് ആതിരയ്ക്ക് നേരെ ദേഷ്യപ്പെടുകയാണ് സന്ദീപ്. ഇത് കേൾക്കുന്ന സേതുമാധവൻ പറയുകയാണ്, ഇവിടെ ആരും ആരുടെയും അടിമയൊന്നുമല്ല. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യവും ഇവിടെയുണ്ട്. പക്ഷേ അവസാന തീരുമാനം എൻ്റേതായിരിക്കുമെന്നും സേതു പറയുമ്പോൾ സ്നേഹ പറയുകയാണ്, ഇതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതിനെക്കുറിച്ച് ഇവിടെ ഇങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കേണ്ട കാര്യവുമില്ല. അച്ഛാ, ധനുഷ് വേറെ ഏതെങ്കിലും ജോലി നോക്കിക്കോളും. അത് നീയല്ല തീരുമാനിക്കേണ്ടത്, ഞാൻ മാത്രമാണ്. നമ്മുടെ കമ്പനിയുടെ 3 തൂണുകളായിട്ടാണ് ഞാൻ എൻ്റെ മക്കളെ കണ്ടിരിക്കുന്നത്. അതിൽ 4ാമത്തെ തൂണായിട്ടാണ് ഞാൻ ധനുഷിനെ ഇപ്പോൾ നിയമിക്കാനും പോകുന്നത്. തുടർന്ന് സേതുമാധവൻ ധനുഷിനോട് പറയുകയാണ്, ഇത്രയും നാളും നീ ചെയ്ത തെറ്റെല്ലാം ഞാനങ്ങ് മറക്കുകയാണ്. ഈ ജോലിയിൽ പ്രവേശിച്ച് നിന്റെ ജോലി മിടുക്ക് പോലെ ഇരിക്കും നിന്റെ ഇനിയുള്ള ഇവിടുത്തെ ജീവിതം. തുടർന്ന് ധനുഷ് പറയുകയാണ്, എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാനതിന് എല്ലാവരോടും ക്ഷമയും ചോദിക്കുന്നു. പൂർണ്ണ ആത്മാർത്ഥതയോടുകൂടി മാത്രമായിരിക്കും ഞാൻ ഈ ജോലി ചെയ്യുന്നത്. നാളെ തന്നെ ധനുഷ് കമ്പനിയിൽ ജോയിൻ ചെയ്യണമെന്ന് സേതു പറയുമ്പോൾ ഇത് കേട്ട് ദേഷ്യത്തോടെ നന്ദനും സന്ദീപും അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചി മുറിയിലേക്ക് ചെല്ലുന്നതാണ്. താനെന്തായാലും ആള് കൊള്ളാലോ, എന്നോട് ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. ഇങ്ങനെയും തനിക്ക് രഹസ്യം സൂക്ഷിക്കാൻ അറിയാമോ എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ, എന്ത് രഹസ്യമെന്ന് അർച്ചന ചോദിക്കുന്നു. താൻ കൂടുതൽ കള്ളമൊന്നും പറയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അർച്ചനയുമായിട്ട് ഇടിയുണ്ടാക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ആതിര വരികയാണ്. ആതിരയെ കാണുമ്പോൾ രണ്ടുപേരും ചമ്മലോടെ മാറി നിൽക്കുന്നു. അത് പിന്നെ സന്ദീപ് കഴിഞ്ഞ ദിവസം കുഞ്ഞിന് ഉടുപ്പ് മേടിക്കാൻ പോയപ്പോൾ മാളുവിന് കൂടി ഉടുപ്പ് മേടിച്ചായിരുന്നു, അത് തരാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉടുപ്പ് കൊടുത്ത് ആതിര അവിടെ നിന്ന് ഇറങ്ങാൻ നേരം അർച്ചന പറയുകയാണ്, ആകെ ചമ്മിപ്പോയി. ഇനി അവൾ ഇത് ചെന്ന് അനഘയോടും എല്ലാവരോടും പറയും. ഞാൻ എല്ലാവരുടെയും കയ്യിൽ നിന്ന് കളിയാക്കലും കേൾക്കണല്ലോ. അതേസമയം ആതിര കഥകിന്റെ ഇടയിലൂടെ തലയിട്ട് പറയുകയാണ്, ഞാൻ എന്താണെങ്കിലും ഇത് ആരോടും പറയാൻ പോകുന്നില്ല. ഇത് കേൾക്കുന്ന സച്ചി ചിരിച്ചുകൊണ്ട് അർച്ചനയെ നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സച്ചിയാണ്. സച്ചി, ധനുഷിന്റെ MD ആക്കുന്ന കാര്യമെല്ലാം തനിക്ക് അറിയാമായിരുന്നല്ലേ എന്ന് അർച്ചനയോട് ചോദിക്കുമ്പോൾ, ഒരു 10 മിനിറ്റ് മുമ്പാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞതെന്ന് അർച്ചന പറയുന്നു. സച്ചിയേട്ടൻ അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ, എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്നും, പക്ഷേ അതേപോലെയല്ലോ നന്ദേട്ടൻ്റെയും സന്ദീപിൻ്റെയും കാര്യം. എനിക്ക് ശരിക്കും നല്ല പേടിയുണ്ട്. ധനുഷ് ഓഫീസിലുണ്ടെങ്കിൽ നന്ദേട്ടൻ എന്താണെങ്കിലും ഓഫീസിലേക്ക് പോകാൻ പോലും ഇനി കൂട്ടാക്കില്ല. അച്ഛൻ്റെ ഈ എടുത്തു ചടിയുള്ള പ്രവൃത്തി കാരണം ചിലപ്പോൾ നെല്ലിശ്ശേരിയുടെ അടിത്തറ വരെ ഇളകുന്ന പ്രത്യാഘാതങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഇതൊക്കെ കേൾക്കുന്ന അർച്ചനയും പേടിയോടെ സച്ചിയെ നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സേതുമാധവനെയാണ്. യഥാർത്ഥത്തിൽ അർച്ചന പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. സ്നേഹയുടെ കാര്യത്തിൽ അവൾക്ക് നല്ല കരുതലുണ്ടെന്ന് സേതുമാധവൻ സ്നേഹയോടും ധനുഷിനോടും പറയുന്നു. അതേസമയം ഇതെല്ലാം മറഞ്ഞെന്ന് കേൾക്കുകയാണ് അവന്തിക. ധനുഷ് എന്നേക്കാൾ വലിയ ഉയരത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ടാകില്ല. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് അവന്തിക ദേഷ്യത്തോടെ മനസ്സിൽ പറയുകയാണ്. സാർ, എന്നോട് ക്ഷമിക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ധനുഷും സ്നേഹയും സേതുവിന്റെ കാൽക്കൽ വീഴുകയാണ്. തുടർന്ന് സേതു പറയുകയാണ്, പിന്നെ ഈ സാർ എന്നുള്ള വിളി ഒരുപാട് അകൽച്ച തോന്നിക്കുന്നുണ്ട്. എന്നെ അച്ഛ എന്ന് വിളിച്ചാൽ മതി. നിങ്ങളിവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് സേതു അകത്തേക്ക് പോകുന്നു. അതേസമയമാണ് അർച്ചന അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അർച്ചനയെ കണ്ടയുടൻ തന്നെ കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങുകയാണ് ധനുഷും സ്നേഹയും. സ്വന്തം മകളുടെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് ആശങ്കയുണ്ടായിരുന്നു അച്ഛന്. നിങ്ങൾ ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് മാത്രം കണ്ടാൽ മതി ആ പാവത്തിനെന്ന് അർച്ചന പറയുമ്പോൾ, എനിക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ടെന്നും അവർക്ക് സ്നേഹയെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നതല്ലേ എന്നും ധനുഷും പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.